അപ്പോൾ പനി ഉണ്ടോയെന്ന് അറിയാൻ വീട്ടിൽ ഇതൊന്ന് വാങ്ങി വെച്ചാൽ മതി. 145 രൂപയാവുന്നുള്ളൂ. ഈ അലാം അടിക്കുന്ന സൗണ്ടിൻ്റെ ശേഷമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ ഫാരനൈറ്റ് കാണിക്കുന്നത് 96.9 എന്നാണ്. അപ്പോൾ എനിക്ക് പനിക്കുന്നുണ്ടെങ്കിൽ 98ൻ്റെ മുകളിലേക്ക് ഫാരനൈറ്റ് വന്നിട്ടുണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, വെരി യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ. തെർമോമീറ്ററാണിത്. 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. തെർമോമീറ്റർ K-Life എന്ന കമ്പനിയുടെ തെർമോമീറ്ററാണ് ഇത്. ഡിജിറ്റൽ തെർമോമീറ്ററാണ്. നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും പനി ഉണ്ടോ എന്നൊക്കെ അറിയാൻ. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും തീർച്ചയായിട്ടും. കാരണം പലപ്പോഴും നമുക്ക് പനി ഉണ്ടോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം കോണ്ടെക്സ്റ്റിൽ നമുക്ക് മെഷീൻ ഉപയോഗിച്ചിട്ട് അത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും അത് പനി തന്നെയാണോ എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു മാർഗ്ഗമാണ് ഈ തെർമോമീറ്റർ. ഇതിന് വെറും 185 രൂപയാണ് ഇതിന് സിംഗിൾ പീസ് വാങ്ങുമ്പോഴുള്ള പ്രൈസ്. പക്ഷേ 2 എണ്ണം ഒരുമിച്ച് വാങ്ങുമ്പോൾ നമുക്ക് 290 രൂപയാവുന്നുള്ളൂ. അപ്പോൾ 290 രൂപ എന്ന് പറഞ്ഞാൽ 145 രൂപ വരുന്നുള്ളൂ ഒന്നിന്. അപ്പോൾ 2 എണ്ണം ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 290 രൂപക്ക് ഈ തെർമോമീറ്റർ കിട്ടും. അപ്പോൾ ഞാൻ 2 എണ്ണം ഒരുമിച്ച് വാങ്ങിയിട്ട് K-Life എന്ന കമ്പനിയുടേതാണ്. ഇതിന് 1 ഇയർ വാറൻറ്റി ഉണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്, ചൈനീസ് പ്രൊഡക്റ്റ് അല്ല. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ ബോക്സിൽ കൊടുത്തിട്ടുള്ള MRP 189 രൂപയാണ്. അപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും, ഈ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഫൈബറിൻ്റെ ഗ്ലാസ് പോലത്തെ ഒരു ബോക്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ തെർമോമീറ്റർ കിടക്കുന്നത്. ഓക്കെ, ഇതിൽ 2 മോഡുണ്ട്. ഒന്ന് ഫാരൻഹീറ്റ് മോഡും ഉണ്ട്, ഒന്ന് സെൽഷ്യസ് മോഡും ഉണ്ട്. കൂടുതൽ കൺവീനിയൻറ്റ് ഒരു പക്ഷേ ഫാരൻഹീറ്റ് ആവും. F എന്ന് എഴുതിയിട്ടുള്ള ഫാരൻഹീറ്റ് മെത്തേഡ് ആവും. കാരണം അതിലാകുമ്പോൾ മൈന്യൂട്ടായിട്ടുള്ള, അപ്പോൾ മില്ലി സെൽഷ്യസ് പോലും മനസ്സിലാക്കണമെങ്കിൽ ഫാരൻഹീറ്റ് ആയിരിക്കും പൊതുവേ നല്ലത്. അപ്പോൾ ഫാരൻഹീറ്റിൽ ചെക്ക് ചെയ്യുന്നതാവും കൂടുതൽ നല്ലത്. ഇതിൽ 98 എബോവ് വന്നാൽ പനി ഉണ്ട് എന്നാണ് അർത്ഥം. എപ്പോഴും 98ൻ്റെ താഴെ വരുള്ളൂ ഫാരൻഹീറ്റ് ആണെങ്കിൽ. ഈ 98.6 ആണ് 37 ഡിഗ്രി. നോർമൽ ടെമ്പറേച്ചറാണ് 37 ഡിഗ്രി സെൽഷ്യസിൽ പറയുകയാണെങ്കിൽ. ഫാരൻഹീറ്റിൽ പറയുകയാണെങ്കിൽ 98 ആണ് മാക്സിമം നോർമലിൽ വരുന്നത്. അതിൻ്റെ മുകളിൽ 98 എബോവ് വരികയാണെങ്കിലൊക്കെ 99, 100, 101 ഇങ്ങനെ ഒക്കെ വരാറുണ്ട്. അതിൻ്റെ അർത്ഥം പനി ഉണ്ട് എന്നാണ്. അപ്പോൾ പനി ഉണ്ടോയെന്ന് അറിയാൻ വീട്ടിൽ ഇതൊന്ന് വാങ്ങി വെച്ചാൽ മതി. 145 രൂപയാവുന്നുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ 200 രൂപയ്ക്ക് താഴെ ഇതിന് വരുന്നുള്ളൂ വില. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ജസ്റ്റ് ബട്ടൺ ഞെക്കുക, ഓണാക്കുക. നമുക്ക് അണ്ടർ ആമിൽ വെക്കുക, അല്ലെങ്കിൽ നാവിൻ്റെ താഴെ വെക്കുക. അത്തരം പ്രൈസസിൽ എല്ലാം വെച്ചാൽ ഇതിൻ്റെ അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് കിട്ടും. K-Life എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് തെർമോമീറ്റർ വരുന്നത്. ഉപയോഗം കഴിഞ്ഞിട്ട് ഈ ഒരു ബോക്സിൽ ഇട്ട് വെക്കാൻ പറ്റും. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ഞെക്കിയാൽ അത് ഓണാവുക. ഈ ബട്ടൺ ഞെക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രീവിയസ് റീഡിംഗ് ആണ് ആദ്യം കാണിക്കുക. 93.6 ഫാരൻഹീറ്റ് F എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫാരൻഹീറ്റ് മോഡിലാണ്. ഇനി നിങ്ങൾക്ക് മോഡ് മാറ്റി സെൽഷ്യസ് വേണമെങ്കിൽ ഈ ബട്ടൺ ഞെക്കി പിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ C എന്ന് കാണിക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് ഫാരൻഹീറ്റ് മെത്തേഡിൽ തന്നെയാണ്. അപ്പോൾ ഫാരൻഹീറ്റിൽ 98 എബോവ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പനിക്കുന്നുണ്ട് എന്നാണ്. അതിൻ്റെ താഴെയാണെങ്കിൽ പനിക്കുന്നില്ല. നിങ്ങൾക്ക് പവർ ബട്ടൺ ഞെക്കുക, എന്നിട്ട് നമുക്ക് അണ്ടർആമിൽ വെക്കുക, അല്ലെങ്കിൽ നാവിൻ്റെ താഴെയായിട്ട് വെക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതിൽ അലാം അടിക്കുന്ന സൗണ്ട് കേൾക്കുക. ബീപ്പ് സൗണ്ട് വരും. അപ്പോൾ ബീപ്പ് സൗണ്ട് വരുമ്പോഴാണ് നമ്മളിത് എടുക്കാൻ പാടുള്ളൂ. ബീപ്പ് സൗണ്ട് വന്നാലാണ് അത് കൺഫേം ചെയ്തിട്ടുള്ള റീഡിങ്. അപ്പോൾ ഏകദേശം 1 മിനിറ്റിൻ്റെ താഴെയായിട്ട് നമ്മൾ വെച്ചപ്പം നമുക്ക് അലാം അടിക്കുന്ന സൗണ്ട് കിട്ടും. അപ്പോൾ ഈ അലാം അടിക്കുന്ന സൗണ്ടിൻ്റെ ശേഷമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ ഫാരൻഹീറ്റ് കാണിക്കുന്നത് 96.9 എന്നാണ്. അപ്പോൾ എനിക്ക് പനിക്കുന്നുണ്ടെങ്കിൽ 98ൻ്റെ മുകളിലേക്ക് ഫാരൻഹീറ്റ് വന്നിട്ടുണ്ടാവും റീഡിങ്. അകത്തൊരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഓപ്പറേഷൻസും മറ്റു കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വായിച്ചു നോക്കാവുന്നതാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ഇന്ത്യയുടെ ലോഗോ കാണിക്കുന്നുണ്ട്, മേക്ക് ഇൻ ഇന്ത്യ. ഇതിൻ്റെ MRP ഇവിടെ കൊടുത്തിട്ടുള്ളത് 189 രൂപയാണ്. K-Life 1 ഇയർ വാറൻറ്റി ഉണ്ട്. ഉപയോഗം കഴിഞ്ഞ ശേഷം പവർ ബട്ടൺ ഞെക്കിയിട്ട് നമുക്ക് എടുത്തു വെക്കാവുന്നതാണ്. ഞാൻ രണ്ടും ചെക്ക് ചെയ്ത് നോക്കി, കറക്റ്റ് റീഡിങ് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ട്. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതുവഴിയും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണും. അതുവരെയും ബൈ.